ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് Std8 കൈറ്റ് വിറ്റേഴ്സ് ഇംഗ്ലീഷ് ടീച്ചർ എടുത്ത ക്ലാസ്സും പറഞ്ഞ ആക്ടിവിറ്റീസും ആണ്. ഇന്ന് എടുത്തത് ഷിപ്പ്രെക്ക് സെയിലർ എന്ന് പറയുന്ന ഒരു ലെസൺ ആണ്. ഓക്കെ, പല രീതിയിൽ നമ്മൾക്ക് അറിവുകൾ ലഭിക്കാറുണ്ട്. നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് കിട്ടുന്ന അറിവ്. പക്ഷേ ചില അനുഭവങ്ങൾ എങ്ങനെയാണ്, ചില അറിവുകൾ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് എന്നും നമ്മുടെ കൂടെ തന്നെ നിൽക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എക്സ്ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. റോബിൻസൺ ക്രൂസോയുടെ ഡയറിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. റോബിൻസൺ ക്രൂസോ ഈ ഡയറി എഴുതുന്നത് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. സെപ്റ്റംബർ 30, 1659 ഒരു ഡയറി. ആ ഡയറി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്താ പറയുന്നത്, ഷിപ്പ്രെക്ഡ് ആണ്, അതായത് കപ്പൽ തകർന്നു പോയിട്ട് അദ്ദേഹം അവിടെ അകപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണ്? ഒരു അൺഫോർച്ചുനേറ്റ് ഐലൻഡിൽ, ഒരു ഒറ്റപ്പെട്ടു പോയ ഐലൻഡിൽ താൻ അകപ്പെട്ടിരിക്കുകയാണ്. ആ ഐലൻഡിൽ അയാൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും അദ്ദേഹത്തിൻ്റെ ചുറ്റുമില്ല എന്നാണ് പറയുന്നത്. ഒരുവിധം എല്ലാവരും ആ ഷിപ്പിലുണ്ടായിരുന്നവർ ഒന്നുകിൽ മുങ്ങിത്താവുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കഴിക്കാൻ ഭക്ഷണമോ താമസിക്കാൻ ഒരു സ്ഥലമോ ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു വെപ്പണോ ഒരു ആയുധമോ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അദ്ദേഹം സ്വന്തം മരണത്തെ മുമ്പിൽ കാണുകയായിരുന്നു എന്നാണ് പറയുന്നത്. At the approach of night, I slept in a tree for fear of wild creatures, but slept soundly though it rained all night. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ പേടിയുണ്ടായിരുന്നു? അദ്ദേഹത്തിന് അവിടെയുള്ള വന്യമൃഗങ്ങൾ അങ്ങാനും കഴിച്ചാലോ അദ്ദേഹത്തെ കൊന്നു തിന്നാലോ എന്ന് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയായപ്പോൾ അദ്ദേഹം ഒരു മരത്തിൻ്റെ മുകളിലാണ് കയറി ഉറങ്ങാൻ കിടന്നത്. പക്ഷേ എന്താണ് പറയുന്നത്, വളരെയധികം മഴയുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഞാൻ കിടന്ന സുഖമായി ഉറങ്ങി എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അദ്ദേഹം ആ ദിവസം മുഴുവൻ അലച്ചിലായിരുന്നു എന്നാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? എന്താണ് റോബിൻസൺ ക്രൂസോയ്ക്ക് സംഭവിച്ചത്? ഇതാണ് ആൻസർ എഴുതേണ്ടത്. റോബിൻസൺ ക്രൂസോ റീച്ച്ഡ് എ ഷോ ഓൺ ആൻ അബാൻഡൻഡ് ഐലൻഡ് ആഫ്റ്റർ ഷിപ്പ്രെക്ക്. എന്താണ്, ഒരു ഒറ്റപ്പെട്ട ഐലൻഡിൽ, ആരുമില്ലാത്ത ഒരു ഐലൻഡിൽ അദ്ദേഹം അകപ്പെട്ടു. അതാണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. വൈ ഡസ് ഹി കോൾ ദ ഐലൻഡ് ദ ലാൻഡ് ഓഫ് ഡിസ്പെയർ? എന്തുകൊണ്ടാണ് ആ ഐലൻഡിനെ അദ്ദേഹം ലാൻഡ് ഓഫ് ഡിസ്പെയർ എന്ന് വിളിക്കുന്നത്? ലാൻഡ് ഓഫ് ഡിസ്പെയർ, ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ നൈരാശ്യം, നൈരാശ്യത്തിൻ്റെ ദ്വീപ് എന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഐലൻഡിനെ വിളിച്ചത് എന്നാണ് ചോദിക്കുന്നത്. He is alone there and everything around him feels so dull, so he calls it the island of despair. അദ്ദേഹം ആ ഐലൻഡിൽ, ആ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളതും വളരെയധികം ഡള്ളാണ്, ഒന്നിനും ഒരു ഹാപ്പിനെസ് ഇല്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഐലൻഡിനെ ലാൻഡ് ഓഫ് ഡിസ്പെയർ എന്ന് പറയുന്നത്. വാട്ട് ഡു യു തിങ്ക് മൈറ്റ് ബി ദ ഫീലിങ്സ് ഓഫ് എ മാൻ ഹു ഈസ് അലോൺ ഇൻ എ ഡെസേർട്ട് ലാൻഡ്? ഇങ്ങനെയുള്ളൊരു ഒറ്റപ്പെട്ട ദ്വീപിൽ അകപ്പെട്ട ആളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഹി മൈറ്റ് ബി ഫീലിംഗ് സോ അലോൺ ആൻഡ് ഡ്രീമിങ് ടു ഗോ ബാക്ക് ഹോം. എന്താണ്, അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അകപ്പെട്ടാൽ എന്താണ്, നമുക്ക് വളരെയധികം സങ്കടം തോന്നും, ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നും. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മതി എന്നുള്ള ഒരു തോന്നലും ഉണ്ടാവും. ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ലിവ് അലോൺ ഇൻ എ ഡെസേർട്ടഡ് ഐലൻഡ്. യു ആർ ഗോയിങ് ടു ബി ദർ ഫോർ എ വീക്ക്. You can ask only 5 things to live there. What would they be and why would you ask them? നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഡിസേർട്ടഡ് ഐലൻഡിൽ, അതായത് മനുഷ്യവാസമില്ലാത്ത ഒരു ഐലൻഡിലേക്ക് ജീവിക്കാൻ പോവുകയാണ് കുറച്ച് ദിവസത്തേക്ക്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് നിങ്ങൾ കരുതുക? എന്തുകൊണ്ടാണ് അത് കരുതുന്നത്? നമുക്ക് അത്യാവശ്യമുള്ള 5 കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് പറയാം, വാട്ടർ ടു ഡ്രിങ്ക് വെൻ തേഴ്സ്റ്റി, ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളം. ഫുഡ് ടു ഫീഡ് ഹിംസെൽഫ്, ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതലും നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെയാണ് നമ്മൾ കയ്യിൽ കരുതുക. ക്ലോത്ത്സ് ടു പ്രൊട്ടക്ട് ഫ്രം കോൾഡ്, അല്ലേ, അങ്ങനെ ഒരു ഐലൻഡിൽ താമസിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡ്രസ്സ് വേണം. നൈഫ് ടു കട്ട് തിങ്സ്, എന്തെങ്കിലുമൊക്കെ മുറിക്കാനായി കയ്യിലൊരു കത്തി വേണം. മാച്ച് ബോക്സ് ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് ഫ്രം വൈൽഡ് അനിമൽസ് അറ്റ് നൈറ്റ്, അല്ലെ, രാത്രിയാകുമ്പോൾ തീ കത്തിക്കാൻ വേണ്ടിയിട്ടൊരു മാച്ച് ബോക്സും വേണം. ഇനിയാണ് എ ഷിപ്പ്രെക്ക് സെയിലർ എന്ന് പറഞ്ഞ ലെസൺ തുടങ്ങുന്നത്. The story of a shipwrecked sailor tells the saga of Luis Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of Caribbean Sea on 28 February 1955. Clinging to a life raft without food and water, he survived 10 days on the open sea. What happened to Velasco and his shipmates? Read the following extract from the novella and find out what happened to them. അപ്പോൾ ഷിപ്പ്രെക്ക് സെയിലർ എന്ന് പറയുന്നത് ആരുടെ സെയിലർ പറയുന്നത് വെലാസ്കോയുടെ സ്റ്റോറിയാണ്. അദ്ദേഹം ഒരു 20 വയസ്സുള്ള സെയിലറാണ്, നാവികനാണ്. എന്ത് പറ്റി, ആ ഒരു കടലിൻ്റെ ഒത്ത നടുവിലെത്തിയപ്പോൾ അവരുടെ കപ്പൽ
മുങ്ങിപ്പോയി അല്ലെങ്കിൽ കപ്പൽ തകർന്നു പോയി. അപ്പോൾ 10 ദിവസം അദ്ദേഹം ആ നടുക്കടലിലെ ജീവൻ നിലനിർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലിങ്ങിങ് ടു എ ലൈഫ് റാഫ്റ്റ്, ഒരു ചങ്ങാടം എങ്ങനെയോ അദ്ദേഹത്തിന് കിട്ടി. അതിൽ അദ്ദേഹം ഏകദേശം 10 ദിവസത്തോളം ആ കടലിൽ തന്നെ കുരുങ്ങിക്കിടന്നു എന്നാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്താണ് പറ്റിയത്, അതാണ് ഈ സ്റ്റോറിയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കപ്പോൾ ഫസ്റ്റ് ലെസന്റെ മീനിങ്സ് നോക്കാം. ഷിവ്റെക് കപ്പൽ അപകടം, സെയിലർ കപ്പൽ യാത്രക്കാരൻ, ഇംപ്രഷൻ ഫീലിംഗ് അല്ലെങ്കിൽ തോന്നൽ, ചോപ്പി ശാന്തമല്ലാത്ത, ചോപ്പി സീ എന്ന് പറഞ്ഞാൽ എന്താ, ശാന്തമല്ലാത്ത കടൽ, പ്ലഞ്ച് ഡ്രോൺ മുങ്ങുക, കണ്ടംപ്ലേറ്റ് ഒബ്സർവിങ് വിത്ത് മോർ അറ്റൻഷൻ, നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വീക്ഷിക്കുന്നതിനെയാണ് കണ്ടംപ്ലേറ്റ് എന്ന് പറയുന്നത്, ആബിസ് ഡീപ്പ് ഹോൾ അടി കാണാത്ത ഗർത്തം, ബോബിങ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ ഇൻ ഷോർട്ട് ക്വിക്ക് മൂവ്മെൻറ്റ് തുള്ളിക്കളിക്കുന്ന, ക്രേറ്റ് എ ലാർജ് ബാസ്ക്കറ്റ് വള്ളിക്കൊട്ട, എഫ്ലോട്ട് ഹൈ അപ്പ് അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കുന്ന, യെല്ലിംഗ് ഷൗട്ടിംഗ് ആക്രോശിക്കുക, റീഅഷ്വർ സമാശ്വസിപ്പിക്കുക, റാഫ്റ്റ് ചങ്ങാടം, മാസ്റ്റ് കപ്പൽ പായ്മരം, പാനിക്കിംഗ് വെപ്രാളം പിടിച്ച, ഡക്കിംഗ് ടു പുഷ് സംവൺ അണ്ടർ വാട്ടർ ഊളിയിടുക, ക്രെസ്റ്റ് ടോപ്പ് ഓഫ് എ വേവ് തിരയുടെ ഉച്ചി, സർഫസ് മേൽനിരപ്പ്, മൊമെന്ററിലി അനുനിമിഷം, റിഗ്ഗിംഗ് റോപ്സ് യൂസ് ടു സപ്പോർട്ട് സെയിൽസ് ഇൻ ഷിപ്പ് പായ്മര കയറുകൾ, വിപ്പ് വീശിയടിക്കുക മൂവ് സഡൻലി, ബാറ്റർ കണ്ടിന്യൂസ് ബീറ്റിംഗ് അല്ലെങ്കിൽ തല്ലി തകർക്കുക, ഡീസൊലേറ്റ് ലോൺലി ഒറ്റപ്പെട്ട, ലർച്ച് മൂവ് അൺസ്റ്റഡിലി ചെരിയൽ, സെറിനിറ്റി കാംനെസ് ശാന്തത, അബ്സേർഡ് ഒപ്പോസ് ടു റീസൺ ബുദ്ധിശൂന്യമായ, എക്സോസ്റ്റഡ് ടയേർഡ് ക്ഷീണിച്ച, ലോസ് ഹോപ്പ് പ്രതീക്ഷ നഷ്ടപ്പെട്ട, വെയിലർ ഷിപ്പ് യൂസ് ഫോർ ഹണ്ടിങ് വെയിൽസ്, സ്റ്റുപ്പിഫൈഡ് കൺഫ്യൂസ് സ്തബ്ധനായ, സിയറിംഗ് ഹോട്ട് ചൂടുള്ള, ഗാഷ് ലോങ് വൂണ്ട് നീളമുള്ള മുറിവ്, ഇൻവെന്ററി ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഒക്യുപ്പൈഡ് വസ്തുവിവര പട്ടിക. My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day, except for the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. ആദ്യത്തെ ഇംപ്രഷൻ എന്തായിരുന്നു, ഞാൻ അവിടെ ആ വലിയ ഓഷ്യനിൽ, ആ വലിയ കടലിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. The ship plunged into an abyss and disappeared. ആ ഷിപ്പ് പെട്ടെന്ന് എന്താണ്, വലിയൊരു ഗർത്തത്തിലേക്ക് അല്ലെങ്കിൽ അടി കാണാത്ത ഒരു ഗർത്തത്തിലേക്ക് അല്ലെങ്കിൽ കുഴിയിലേക്ക് അത് മുങ്ങിപ്പോയിരിക്കുന്നു. I had no idea what was happening. എന്താണ് എൻ്റെ ചുറ്റും നടക്കുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. I took hold of one of the bobbing crates and stupidly began to contemplate the sea. Crates എന്ന് പറഞ്ഞാൽ എന്താ, മുങ്ങുകയും താഴുകയും ചെയ്യുന്ന ആ വീഞ്ഞ പെട്ടികൾ, ഓക്കെ, ആ മരം കൊണ്ടുണ്ടാക്കിയ ആ പെട്ടികൾ. And stupidly began to contemplate the sea. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മുങ്ങി താഴുന്ന ഒരു ക്രേറ്റ്, ഒരു വീഞ്ഞ പെട്ടിയുടെ മുകളിൽ പിടിച്ചിട്ട് ആ പ്രക്ഷുബ്ധമായ കടലിനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ അഗാധമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ എക്സെപ്റ്റ് ഫോർ ദ ചോപ്പി വേവ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിൻഡ് ആൻഡ് ദ കാർഗോ സ്കാറ്റേർഡ് അക്രോസ് ദ സർഫേസ്. ദർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്‌റെക്ക്. എന്താണ്, ഇന്ന് ശരിക്കും ഒരു ക്ലിയർ ഡേ ആണ് അല്ലേ, അങ്ങനെ മൂടിക്കെട്ടിയൊരു ദിവസമൊന്നുമല്ല, ഇന്ന് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ദിവസം തന്നെയാണ്. പക്ഷേ എന്താണ്, അവിടെ പെട്ടെന്നുള്ള ആ ചോപ്പി വേവ്സ്, അപ്പോൾ പെട്ടെന്നുണ്ടായ അശാന്തമായ തിരമാലകൾ, അത് ഉണ്ടാക്കിയത് ആരാണ്, അവിടെ വന്ന കാറ്റാണ്. ആ കാറ്റുണ്ടായ തിരമാലകളും ആ തിരമാലകൾ കൊണ്ട് അല്ലെങ്കിൽ ആ കാറ്റിലകപ്പെട്ടുകൊണ്ട് അവിടെ ചിതറിക്കിടക്കുന്ന കാർഗോ അല്ലെ, ആ ഷിപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങളെയാണ് കാർഗോ എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു കാറ്റുകൊണ്ട് പ്രക്ഷുബ്ധമായ തിരമാലകളുണ്ട് അല്ലേ, ആ തിരമാലകളും അതിൽ ചിതറിക്കിടക്കുന്ന ആ കാർഗോ, ആ കപ്പലിലുള്ള സാധനങ്ങളും അല്ലാതെ അവിടെ ഒരു കപ്പൽ ദുരന്തം ഉണ്ടായെന്ന് കാണിക്കാനുള്ള ലക്ഷണങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. സൂൺ ഐ ബിഗാൻ ടു ഹിയർ ഷൗട്ട്സ് നിയർ ബൈ. പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ ഇവിടെ നിന്ന് കരച്ചിലുകൾ അല്ലെങ്കിൽ നിലവിളികൾ കേൾക്കാൻ തുടങ്ങി.
Through the sharp whistling of the wind, I recognized the voice of Giulio Amader Carabello, the tall, well-built officer who was yelling at someone. "Fatso, hold the..." എന്താ പറയുന്നത്, പെട്ടെന്നാണ് ഞാൻ ഒറ്റയ്ക്കാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ പെട്ടെന്നാണ് എൻ്റെ ചുറ്റും നിന്നും ഒരു ഷൗട്ടിങ്, നിലവിളികളൊക്കെ ഞാൻ കേട്ടു തുടങ്ങിയത്. ഷാർപ്പ് വിസ്ലിംഗ് ഓഫ് ദ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആ കാറ്റിങ്ങനെ നല്ല രീതിയിൽ അടിക്കുമ്പോൾ അല്ലേ, അതിൻ്റെ ഒരു ശബ്ദമുണ്ടാവും. അങ്ങനെ ഒരു ശബ്ദത്തിൽ പോലും എനിക്ക് അവരുടെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞു. ആരായിരുന്നു അത് ജൂലിയോ അമാഡ് കാരബെല്ലോ ആയിരുന്നു. എങ്ങനെയാണ് കാരബെല്ലോ? അയാളുടെ അപ്പിയറൻസ് എങ്ങനെയാണ്? അയാൾ ടോളാണ്, നീളമുള്ള മനുഷ്യനാണ്. അപ്പം നല്ല നീളവും അതുപോലെ തന്നെ ഉറച്ച ശരീരവുമുള്ള കാരബെല്ലോ ആരോടോ അലറിക്കൊണ്ട് പറയുന്നുണ്ട്, "ഫാറ്റ്സോ, നീ അതിൽ കയറി പിടിച്ചോ" എന്ന് പറയുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് ഇൻ ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഐ ഹാഡ് അവേക്കൺ ഫ്രം എ മോമെൻറ്റ്സ് ഡീപ്പ് സ്ലീപ്പ്. അപ്പോഴാണ് പെട്ടെന്ന് ഞാനൊരു ഉറക്കത്തിൽ നിന്ന് എണീക്കപ്പെട്ട പോലെ എനിക്ക് തോന്നിയത്. ഇറ്റ് ഡോൺഡ് ഓൺ മീ ദാറ്റ് ഐ വാസ് ഇൻ അലോൺ ഇൻ ദ സീ. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഞാൻ ഈ സീയിൽ, ആ ഒരു കടലിൽ ഞാൻ ഒറ്റയ്ക്കല്ല. ദ ഓൺലി എ ഫ്യൂ മീറ്റേഴ്സ് എവേ മൈ മേറ്റ്സ് വർ ഷൗട്ടിംഗ് ടു വൺ അനദർ ആൻഡ് ട്രൈയിങ് ടു സ്റ്റേ അഫ്ലോട്ട്. കുറച്ച് മീറ്ററുകൾ അകലെ എൻ്റെ കപ്പലിലുണ്ടായിരുന്ന കൂട്ടുകാർ അവിടെ ഇവിടെയൊക്കെ തന്നെയുണ്ട്. അവരൊക്കെ എന്തിനാണ് ശ്രമിക്കുന്നത്? ട്രൈയിങ് ടു സ്റ്റേ അഫ്ലോട്ട്. ആ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പൊങ്ങിക്കിടക്കാനുള്ള പെടാപ്പാടിലാണ് അവരൊക്കെ. ക്വിക്ലി ഐ ബിഗാൻ ടു തിങ്ക്. പെട്ടെന്ന് തന്നെ ഞാൻ ആലോചിച്ചു തുടങ്ങി. ഐ കുഡിൻ സ്വിം ഇൻ ജസ്റ്റ് എനി ഡയറക്ഷൻ. എനിക്ക് ഒരു ഭാഗത്തേക്കും നീന്താൻ പറ്റിയിരുന്നില്ല. I knew we were about 50 miles from Cartagena, but I was not yet frightened. For a moment I thought I could hold on to the crate indefinitely. എനിക്ക് എങ്ങോട്ടും തുഴയാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എങ്ങോട്ടും തന്നെ നീന്താൻ പറ്റിയിരുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു? കാട്ടജീനയിൽ നിന്ന് ഏതാണ്ട് 50 മൈൽ അകലെയാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഫോർ എ മൊമെൻറ്റ് I thought I could hold on to the crate indefinitely. കുറച്ച് നേരത്തേക്ക് ഞാൻ വിചാരിച്ചു, എന്താണ്, ആ വീഞ്ഞപ്പെട്ടി എനിക്ക് കുറേ നേരത്തേക്ക് അങ്ങനെ തന്നെ പിടിച്ച് കിടക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്നാണ് പറയുന്നത്. ടിൽ ഹെൽപ്പ് അറൈവ്ഡ്. ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ, ഒരു ഷിപ്പ് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ആൾക്കാർ സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് നേരത്തേക്കെങ്കിലും വിചാരിച്ചു പോയി, എന്താണ്, എനിക്ക് ഒരു സഹായം കിട്ടുന്നത് വരെ എനിക്ക് ആ വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ തന്നെ പിടിച്ച് കിടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു പോയി എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് റീഅഷ്യൂറിംഗ് ടു നോ ദാറ്റ് ഓൾ അറൗണ്ട് മീ അതർ സെയിലേഴ്സ് were in the same predicament. അപ്പം എനിക്ക് ചുറ്റുമുള്ള ബാക്കിയുള്ള നാവികരും എന്നെ പോലെ തന്നെ ഇതേ വിഷമാവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതെനിക്ക് കുറച്ചും കൂടി റീഅഷ്യൂറിംഗ് ആയിട്ട് തോന്നി, കുറച്ചുകൂടി സമാധാനം തരുന്നത് പോലെ തോന്നി എന്നാണ് പറയുന്നത്. What did the narrator do on the third try? മൂന്നാമത്തെ ട്രയൽ എന്താണ് നറേറ്ററിന് ചെയ്യാൻ സാധിച്ചത്? The narrator managed to get into the raft on his third try. കുറേ അധികം പരിശ്രമിച്ച് അദ്ദേഹത്തിന് ആ റാഫ്റ്റിലേക്ക് കയറിപ്പറ്റാൻ പറ്റി. പിന്നെ ഇതാണ് പറഞ്ഞത്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഒക്കെ പറഞ്ഞിരുന്നു. മൈൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണ്. ഹിസ് ഒക്കെ പറയുമ്പോൾ എന്താണ്? അത് സെക്കൻഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞിരുന്നു. My first impression was that I was utterly alone in the middle of the ocean. ആദ്യം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ആ നടുക്കടലിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നാണ്. അത് നമ്മൾ ഈ ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? His first impression was that he was utterly alone in the middle of the ocean. അങ്ങനെയാണ് അവന് തോന്നിയത്, അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയത് എന്നൊക്കെയാണ് നമ്മൾ പറയുക, അല്ലേ? അപ്പോൾ അതാണ് സെക്കൻഡ് പേഴ്സൺ. ഓക്കെ, ഇനി ഫൈൻഡ് ദി പോസസീവ് ഫോംസ്. നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ് ഇതാണ്. ഫൈൻഡ് ദി പോസസീവ് ഫോംസ്. വി, യു, ഹി, ഷീ, ദേ, ഇറ്റ്. നോക്കാം നമുക്ക്. വിയുടെ പോസസീവ് ഫോം അവേഴ്സ് എന്നാണ്. യു, യോഴ്സ്, ഹി, ഹിസ്, ഷീ, ഹേഴ്സ്, ദേ, ദെയർ, ഇറ്റ്, ഇറ്റ്സ്. ഓക്കെ, ഇനി അത് വെച്ച് നിങ്ങളോട് സെൻറ്റൻസസ് എഴുതാൻ പറഞ്ഞിരുന്നു. This car is mine, not yours. You picked up my cell phone instead of yours. ഓക്കെ, അത് എഴുതാം. പിന്നെന്താണ്?
ഷീയുടെ പൊസസീവ് ഫോം ഹെർ ആണ്. അപ്പോൾ ഐ സോ മീര ആൻഡ് ഹെർ ബ്രദർ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ സോ മീര ആൻഡ് ഹെർ സിസ്റ്റർ യെസ്റ്റർഡേ, മദർ യെസ്റ്റർഡേ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഹെർ മദർ ടോക്ക് ടു മീ യെസ്റ്റർഡേ, അവളുടെ അമ്മ എന്നോട് സംസാരിച്ചു. അപ്പോൾ എന്താണ്, പൊസസീവ് അല്ലേ, ഹെർ, അവളുടെ എന്ന് നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഹിസ് പാരൻസ് ആർ സോ ഫ്രണ്ട്ലി, അവൻ്റെ പാരൻസ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇറ്റ് വാസ് ഹിസ് മാരേജ് യെസ്റ്റർഡേ, ഇന്നലെ അവൻ്റെ മാരേജ് ആയിരുന്നു. ഓക്കെ, ഇനി ഇത് അല്ല, ദയർ ആണ്. ഇറ്റ്സ് ദയർ മാറ്റർ, ദ മാനേജ്മെന്റ് ഹാസ് ഡ്രോപ്പ് ദയർ പ്ലാൻസ് അല്ലേ. ഹൗസ് വെച്ചിട്ട് ഏതൊക്കെ പറയാം, ദ മണി ഈസ് നോട്ട് അവേഴ്സ്, ദ ഹൗസ് ഈസ് ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് അവേഴ്സ്, ഹി ഈസ് എ നൈബർ ഓഫ് അവേഴ്സ്, ഹി ലിവ്സ് ഇൻ ദ അപ്പാർട്ട്മെന്റ് എബവ് അവേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം. ഇറ്റ്സ് എ സണ്ണി ഡേ, ഇറ്റ്സ് ടു കോൾഡ്, ഇറ്റ്സ് റെയിനിങ് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, അടുത്ത് എഴുതാൻ പറഞ്ഞതാണ് fill in the blanks in the following passage, picking up the right words given in the box. I can't dash what it would be like to be alone. I can't contemplate എന്നാണ് പറയുക. My dash of it is really frightening. My impression of it is really frightening. I am saying this based on the dash, based on the evidence I got from my reading. I also dash that floating on the, I also recognize that floating on the surface. Okay, സർഫസ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സർഫസ് ഓഫ് ദി സീ ഓൺ എ ബോട്ട് എലോൺ ഈസ് എ മോർ ഫ്രൈറ്റനിങ് എക്സ്പീരിയൻസ് ദാൻ ബീയിങ് ട്രാപ്ഡ് ഇൻ എ ഫോറസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്, നടുകടലിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സും ആക്ടിവിറ്റീസും പറഞ്ഞത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്